നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും ആ സ്ഥലത്തുള്ള കൃത്യമായിട്ടുള്ള പ്രയർ ടൈം, അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഖിബില ഡയറക്ഷൻ, അതുപോലെ തന്നെ ബാങ്ക് വിളിയുടെ സമയമാകുമ്പോൾ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള പള്ളികളിൽ നിന്നും മനോഹരമായിട്ട് വിളിക്കുന്ന ബാങ്ക് വിളി. ഇതിൽ പ്രത്യേകത ഉണ്ട് കേട്ടോ. നിങ്ങളൊരു നല്ലൊരു ബാങ്ക് വിളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വോയിസ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുമാത്രമല്ല, ഗാലറിയിൽ നിങ്ങൾ നല്ലൊരു ബാങ്ക് വിളി സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇസ്ലാമിക് ഹിജ്രി കലണ്ടർ, അതുപോലെ തന്നെ ആനിമേഷൻ ക്ലോക്ക്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രശസ്തമായ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഭാഗം ടച്ച് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്നിട്ട് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ ആഡ് ആകും. ഇവിടെ കണ്ണൂർ ഇന്ത്യ വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ വരുന്നില്ല എങ്കിൽ ഇവിടെ മാനുവലായിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ലൊക്കേഷൻ എന്ന ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ അലോ ഓൾ ദ ടൈം എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് വീണ്ടും ലൊക്കേഷൻ എന്ന ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണിക്കും. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം ക്ലോക്കും അതുപോലെ തന്നെ ഇനി ലോഹറിൻ്റെ ടൈം 1 മണിക്കൂറും 52 മിനിറ്റും കഴിഞ്ഞാൽ ലോഹറിൻ്റെ ടൈം ആകുമെന്ന് കാണിക്കുന്നുണ്ട്. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡാർക്ക് മോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. മൊബൈലിൽ ഡാർക്ക് മോഡാണെങ്കിൽ അത് തന്നെ നിങ്ങൾ ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് മോഡിലേക്ക് മാറും. അല്ലെങ്കിൽ നിങ്ങൾ മുകളിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന ടാബുകളിൽ ആദ്യത്തെ ടാബിലാണ് ഉള്ളത്. ഇവിടെ ക്ലോക്കാണ്. ക്ലോക്കിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ക്ലോക്കാണ് വേണ്ടത് ആ ക്ലോക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ക്ലോക്കാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അവിടെ ടച്ച് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു ക്ലോക്ക് മനോഹരമായിട്ടുള്ള ആനിമേഷൻ ക്ലോക്കാണ്. ഓക്കെ, ഇവിടെ ലോഹറിന് ഇനി കുറച്ച് ടൈമും കൂടിയേ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിജ്രി ഡേറ്റ് കാണാൻ സാധിക്കും. മുകളിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് പ്രയർ ടൈം കാണാനും സാധിക്കും. ഇവിടെ ടുഡേ എന്ന് കാണുന്നതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഹിജ്രി കലണ്ടർ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഹർ, അസർ, മഗ്രിബ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വൈബ്രേറ്റ് വേണമെങ്കിൽ വൈബ്രേറ്റ്, സൈലൻറ്റ് മോഡ് വേണമെങ്കിൽ സൈലൻറ്റ് മോഡ് ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സൗണ്ട് മോഡിൽ തന്നെയാണ് നല്ലത്, എന്നാൽ മാത്രമേ ബാങ്ക് വിളി കേൾക്കുകയുള്ളൂ. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു എഴുത്തുണ്ടല്ലോ, അവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ മുകളിൽ ആഡ് ന്യൂ സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നല്ലൊരു ബാങ്ക് വിളി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നല്ല ബാങ്ക് വിളിക്കാൻ അറിയുന്നെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൈക്കിൻ്റെ പെർമിഷൻ കൊടുക്കുക. എന്നിട്ട് വൈറ്റ് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ബാങ്ക് വിളിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, പ്രശസ്തമായിട്ടുള്ള നല്ല പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആദാൻ മക്ക എന്ന ഭാഗമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, മനോഹരമായിട്ടുള്ള നല്ലൊരു ബാങ്ക് വിളി, എനിക്കിഷ്ടപ്പെട്ട ബാങ്ക് വിളിയാണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ മുകളിൽ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫജറിൻ്റെ ബാങ്ക് ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. എല്ലാം ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പം എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ എല്ലാം ആദാൻ മക്ക എന്ന ഈ ഒരു ബാങ്ക് വിളിയാണ് എല്ലാത്തിലും മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇവിടെ സൺറൈസിന് നമുക്ക് വൈബ്രേറ്റും സൈലൻറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. ജുമാ എന്ന ഭാഗത്തും നമുക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ആദാൻ ഇവിടെ ആഡ് ചെയ്ത് സേവ് കൊടുക്കാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു പ്രയർ ടൈമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെങ്കിൽ അത് മാറ്റാം. അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇവിടെ താഴെ കാണുന്ന നടുവിലുള്ള ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റിമൈൻഡർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം നിങ്ങൾക്ക് ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ ദിവസം ഇവിടെ സെലക്ട് ചെയ്യുക. അതിൻ്റെ സൗണ്ട് വരെ നിങ്ങൾക്ക് ഇവിടെ മാറ്റിയിട്ട് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സൗണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിൽ കൃത്യമായിട്ട് അടിച്ചിട്ട് നിങ്ങളെ അറിയിക്കും. ഇനി നാലാമത്തെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രശസ്തമായിട്ടുള്ള 3 സ്ഥലങ്ങളിലുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ബാങ്ക് വിളി ടൈമും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മക്ക കണ്ടോ, മൊത്തത്തിൽ ബാങ്ക് വിളി ടൈം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മദീന, അതുപോലെ തന്നെ ജെറുസലേം, അവിടെയൊക്കെ ലോഹറും അസറും മഗ്രിബും ഏത് ടൈമിലാണ് ബാങ്ക് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥലത്തുള്ള ഖിബില ഡയറക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ,
ആ ഒരു കോമ്പസ് ആണ്. ഓക്കെ, കിബില ഡയറക്ഷൻ്റെ കോമ്പസ്. ഓക്കെ, അതും ഇതിലുണ്ട്. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ പ്രെയർ ടൈമിൻ്റെ ഭാഗത്ത് തന്നെ നമുക്കൊന്ന് പോകാം. അവിടെ ടൈം എന്തെങ്കിലും, അതായത് മിനിറ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് 3 ലൈൻസിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ നമുക്ക് വോളിയം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സെറ്റിങ്സ് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ പ്രെയർ ടൈം കാൽക്കുലേഷൻ എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കരുത് കേട്ടോ. താഴെ കാണുന്ന ഈ ഒരു ഭാഗവും നമുക്ക് ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊന്നും മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ആ ഒരു പ്രെയർ ടൈമിൽ എന്തെങ്കിലും മിനിറ്റുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഐക്കൺ ഇവിടെയുണ്ട്, അവിടെ ടച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് കൃത്യമായ ആ ഒരു ടൈം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ മതി. പിന്നെ ടൈം മാറുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത ടൈമും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഡേറ്റ് ആൻഡ് ടൈം എന്ന ഈ ഒരു ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓട്ടോമാറ്റിക്. ഓക്കെ, അതിനുശേഷം ഹിജ്രി കലണ്ടർ എന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഹിജ്രി കലണ്ടർ, അതായത് നമ്മുടെ ഇസ്ലാമിക് കലണ്ടർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള ഓപ്ഷനാണ് അത്. ഓക്കെ, പിന്നെ ടൈം ഫോർമാറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ബേസ്ഡ് ഓൺ ഫോൺ എന്ന ഭാഗം തന്നെയാണ് നല്ലത്. ഞാനത് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ആദാൻ ആൻഡ് റിമൈൻഡേഴ്സ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഈ ഒരു പ്രെയർ ടൈമിൻ്റെ ഐക്കൺ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അവിടെ ആ ഒരു ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാൽ ആ ഒരു പ്രെയർ ടൈമിൻ്റെ നോട്ടിഫിക്കേഷൻ അവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ ബാങ്ക് കൃത്യമായിട്ട് വിളിക്കും, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ കാണുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് ഉള്ളത്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സൈലൻറ്റ് മോഡ് സെറ്റിങ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് ഒന്നും മാറ്റം വരുത്തണ്ട. ഇനി മൂന്നാമത്തെ ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബൈൽ സൈലൻറ്റ് മോഡിലാണെങ്കിലും നിങ്ങൾക്ക് ബാങ്ക് വിളി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബാങ്ക് വിളിയാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത് അതൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇല്ല എങ്കിൽ സൈലൻറ്റ് മോഡിൽ തന്നെ ബാങ്ക് വിളി കേൾക്കണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ റിമൈൻഡറിലും നിങ്ങൾ സെറ്റ് ചെയ്ത ടൂൺ അടിയണമെങ്കിൽ, സൈലൻറ്റ് മോഡിൽ അടിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ടിക്ക് മാർക്ക് കൊടുത്ത ഭാഗത്ത് റിംഗ് ടോൺ അടിയും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ കാണുന്നത് വൈബ്രേറ്റ്. നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള വൈബ്രേറ്റ് ആണ് വേണ്ടത്, വെരി ലോങ് വേണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ആദാൻ്റെ ടൈം നിങ്ങൾക്ക് വൈബ്രേറ്റും കൂടി അടിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ഇവിടെ വോളിയം ലെവൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലെവലാണ് വേണ്ടത്, ഞാനിപ്പോൾ യൂസ് റിംഗ് വോളിയം എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ കാണുന്നത് എനബിൾ ആദാൻ അസ് അലാം എന്ന ഭാഗമാണ്. അവിടെ ടിക്ക് മാർക്ക് കിടന്നോട്ടെ. ഓക്കെ, അതിന് താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ടിക്ക് മാർക്ക് കൊടുക്കരുത്. കാരണം ആദാൻ, അതായത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മൊബൈൽ അൺലോക്ക് ആകണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അത് ടിക്ക് മാർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതിന് താഴെ കാണുന്ന സ്റ്റോപ്പ് ആദാൻ എന്ന ഭാഗം ടിക്ക് മാർക്ക് കൊടുക്കുക. കാരണം മൊബൈൽ ആദാൻ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻറ്റ് മോഡിലേക്ക് മാറും. ഓക്കെ, അതാണ് ആ ഒരു ഓപ്ഷൻ. അതും കൂടി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എന്നിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, പരസ്യങ്ങളുടെ ശല്യം ഒന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിന് സമാനമായിട്ടുള്ള പ്രെയർ ടൈമും ഖുർആനും ഒക്കെ അടക്കമുള്ള പല ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പക്ഷേ കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കില്ല. അതുപോലെ തന്നെ പ്രെയർ ടൈം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ടൈം മാറില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ആപ്ലിക്കേഷൻസിൽ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പരിചയമുള്ള നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.